സാൻഡ്രോയും നമുക്ക് ഒരു 75 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. വേറെ 75 രൂപയ്ക്ക് സാൻഡ്രോ കൊടുക്കട്ടോ. അതും ഫുൾ ഓപ്ഷൻ വാഹനം. ബാക്ക് വൈപ്പർ, 4 ഡോർ വിൻഡോ, പവർ സ്റ്റാരിംഗ്, 4 ടയറും ഒരു 90%. ഓട്ടോമാറ്റിക് ആണ്. ഫുള്ള് ലോണല്ല, 1 ലക്ഷം ക്യാഷ് ബാക്ക്. 2018 മോഡല്, പുതിയ ഇൻഷുറൻസ്, ഫുള്ള് കമ്പനി ഹിസ്റ്ററി, 90,000 കിലോമീറ്റർ, റീപ്ലേസ് അപാകതകൾ ഒന്നുമില്ല. 2017 ZX ന്യൂ മോഡൽ കമ്പനി വരുന്ന ഫുൾ ഓപ്ഷൻ വാഹനം, 10 എയർ ബാഗ് ഉള്ളത്, 890 കൊടുക്കാം. 9.5 വരെ ലോൺ ക്യാഷ് ബാക്ക് വണ്ടികൾ മാത്രം 1,25 കൊടുക്കാം. 1,25,000 കൊടുക്കാം. അത് റീപ്ലേസ് ഇല്ലാന്നുള്ള ഗ്യാരണ്ടി കൊടുക്കാം. ആ ഗ്യാരണ്ടി നീല കളർ വണ്ടിയാണ്. 18 ലെവൽ മൈലേജും കിട്ടും. 8 ലക്ഷം IDV ഉണ്ട്. 2 ലക്ഷം ലോണും ചെയ്യാം. 290 വണ്ടി കൊടുക്കും ചെയ്യാം. 90,000 മുടക്കിൽ വണ്ടി ഇറക്കാം. സീറ്റാറുണ്ട്, അടിപൊളി അലവിയിലുണ്ട്, ലോ കിലോമീറ്റർ വാഹനമാണ്. നല്ല അലവിയിലും ടച്ച് സ്ക്രീനും ഒക്കെ കമ്പനി അല്ല, ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ല, നമുക്ക് ഫുള്ള് ലോൺ ചെയ്ത് മുടക്കണ്ട. പൈസ മുടക്കാതെ ഇറക്കാൻ 18 റൈസർ വരുന്ന 17 മോഡൽ വാഹനമാട്ടത്. അപ്പോ നമ്മളങ്ങനെ വീണ്ടും മൂന്നാമത്തെ എപ്പിസോഡാണ്. RB മോട്ടോഴ്സിലാണ്, വണ്ടിയുള്ള RB മോട്ടോഴ്സിലാണ്. മൂന്നാമത്തെ എപ്പിസോഡിൽ ഏകദേശം ഒരു 10-20 വണ്ടികളാട്ടോ. മേജർ ആക്സിഡന്റ്, ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ്. മാക്സിമം ലോണാണ്. ഫുൾ ഓണും ക്യാഷ് ബാക്കിലായിട്ട് കുറെ 100 കണക്കിന് വണ്ടികൾ നമ്മളെ കോളേജ് നമ്മുടെ വീട്ടിലേക്ക് നല്ല വെയിലത്താണ് ഇന്ന് കൊള്ളുന്നുണ്ടല്ലേ. അതെ, ഇന്ന് ലാസ്റ്റ് ഇന്നും കൂടി നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ പറ്റുള്ളൂ. നാളെ കഴിഞ്ഞാൽ പിന്നെ വെള്ളം അതുകൊണ്ട് ഇപ്പൊ ഇന്ന് തന്നെ വീഡിയോ എടുത്ത് ചെയ്യാണല്ലേ. നാളെ ഞായറാഴ്ച പോലെ സ്റ്റാർട്ടിങ്. അതെ, നമ്മളിപ്പോ RB മോട്ടോഴ്സ് വന്നിട്ടുള്ളത് വീഡിയോ കാണുന്നവർക്കറിയാം. മുന്നേ വീഡിയോ കണ്ടവരോടല്ല, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് നമ്മൾ RB മോട്ടോഴ്സ് വണ്ടൂരാണ്. വണ്ടൂർ നമ്മളെ വീട്ടിലായിരുന്നു 9 ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ പുതിയൊരു ഷോറൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷോറൂം ഓപ്പൺ ആക്കി. അതെ, ഒരു നിലമ്പൂരിന്ന് പെരിന്തൽമണ്ണ റോട്ടില്, അതായത് വണ്ടൂരിന്ന് പെരിന്തൽമണ്ണ റോട്ടില് 2 കിലോമീറ്റർ മാറിയിട്ട് പുളിയക്കോട് എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ ഷോറൂം. അപ്പൊ ഒരു 100 വാഹനങ്ങൾ ഇവിടെ കൊള്ളാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളൊരു 70 വണ്ടികൾ ഇട്ടിട്ടുള്ളൂ. വണ്ടികൾ വീട്ടിലുണ്ട്. അതെ, അപ്പൊ കസ്റ്റമർക്ക് വരികയാണെങ്കിൽ രണ്ടും കാണിച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് ക്വാളിറ്റി സ്വിഫ്റ്റുകളൊക്കെ നിരന്ന നിര 2018 സ്വിഫ്റ്റ് ഓഫർ റേറ്റിന് കൊടുക്കാൻ പറ്റും. ഫുൾ ലോണാ, ഇതൊക്കെ ഫുൾ ലോണാ. 2018 സ്വിഫ്റ്റ് 495 കൊടുക്കാം. അതും റെഡ് കളർ, 60,000 കിലോമീറ്റർ ഓടിയ വണ്ടികളാണ്. 495 കൊടുക്കുക. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ കസ്റ്റമർക്ക് എന്തിന് പറയാം, വില കുറച്ച് കൊടുക്കുക, നല്ല ക്വാളിറ്റി വണ്ടി കൊടുക്കുക. നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. അതെ, ടച്ച് സ്ക്രീന്, റിവേഴ്സ് ക്യാം, ലെതർ സീറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഇത് 2018 മോഡല്, 60,000 കിലോമീറ്റർ ഓടി. കമ്പനി സർവീസ് കഴിഞ്ഞു. ഇനി 75,000 80,000 സർവീസ് കഴിഞ്ഞാൽ മതി. 2 പുത്തൻ ടയർ ഉണ്ട്, ബാക്ക് ടയർ ആവറേജ് ഉള്ളൂ. സർവീസ് ബുക്ക് ഉണ്ട്, കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. നല്ല പൈനിയറിന്റെ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടി. 495 കൊടുക്കാം. 495,000 നല്ല അടിപൊളി സ്വിഫ്റ്റ് റെഡ് കളർ കൊടുക്കാം. കുറച്ച് കൊടുക്കാം. ലോൺ ഫുള്ള് ലോൺ ചെയ്തു. ഫുള്ളാണ്. ഉറപ്പ് മുടക്കാതെ വണ്ടി കൊടുക്കാം. ഗ്യാരണ്ടി വണ്ടി. അതെ, അതേമാതിരി നല്ല അടിപൊളി സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഇത് ZXi പ്ലസ് ചെയ്തോണ്ട് ബലൂൺ ടയർ കണ്ടല്ലോ. അതെ, ഇത് കമ്പനി തന്നെ ഫുൾ ഓപ്ഷൻ വരുന്നതാണ്. അത് കൂടാതെ ഒരു എക്സ്ട്രാ അലവിലൊക്കെ ചെയ്ത് ചുരുക്കാക്കി വണ്ടില്ലേ. അതെ, VVT ആണല്ലേ. അതെ, VVT എഞ്ചിൻ വരുന്ന പെട്രോൾ എഞ്ചിനാണ്. ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനമാണ്. ഇത് ZXi പ്ലസിലാണ് റിവേഴ്സ് ക്യാം, കമ്പനി സെറ്റ്, മിറർ എല്ലാം വരുന്നത്. ആ ഒരു ഓപ്ഷൻ വരുന്ന ലെതർ സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 590 6.25 ലക്ഷം ലോൺ ചെയ്യാം. 590 ചോദിക്കുന്നുണ്ട്. 1,00,000 120 130 ലെവലിൽ മാക്സിമം ലോൺ. അടിപൊളി അലവിയില് കാര്യങ്ങളൊക്കെ ചെയ്ത് കിടക്കാച്ച് വണ്ടിയാണ്. ഇപ്പോഴും B2B ഇൻഷുറൻസ് ഉള്ള നിലവിൽ B2B ഇൻഷുറൻസ് വരുന്ന വാഹനമാണ്. അപ്പൊ 590 ഒരു സെഡാൻ ടൈപ്പ് വാഹനമാണ്. നല്ല ക്വാളിറ്റി ഉള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഫുൾ ഓപ്ഷൻ അല്ല, ടോപ്പ് എൻഡ് വേരിയന്റ് കൊടുക്കാം. 17 ലാസ്റ്റ്. അതേപോലെ അടിപൊളി മൊബീലിയോ 7 സീറ്റ്, അതും സിംഗിൾ ഓണർ. ഹോണ്ടന്റെ മൊബൈലിയോ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. V ആണ് കേട്ടോ ഓപ്ഷന്. ടെക് ഡീസൽ എഞ്ചിന് V ഓപ്ഷൻ വരുന്ന വാഹനം നമുക്ക് ഫുള്ള് ലോൺ ചെയ്തു. 7 സീറ്റ് വണ്ടികളും ഫുൾ ലോൺ. അത് നല്ല ഉൾഭാഗമൊക്കെ നല്ല ലെഗ് റൂമും ഹെഡ് റൂമും ഒക്കെ നല്ല സ്പേസ് ഉള്ള വാഹനമാണ്. എയർ ബാഗ്, ABS, അലോയ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. എത്ര ഓടിക്കുന്നത്? ഇത് 1.30.
30 ഓടിയിട്ടുണ്ട്. അത് കമ്പനി സർവീസും ഉണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഫുൾ ഹിസ്റ്ററി ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഫിറ്റ്. 4.5 ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കാം. ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 4.5 ലക്ഷം രൂപക്ക് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ഉറപ്പ് മുടക്കാതെ കൊണ്ടുപോയില്ല. അടിപൊളി 7 സീറ്റ് വണ്ടി കിടക്കുന്നുണ്ട്. മാക്സിമം ലോണില് ഡീസൽ 20ന്റെ മുകളിൽ മൈലേജ്. എന്തായാലും 7 സീറ്റിൽ 20ന്റെ മുകളിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനത്തിൽ തപ്പി നടക്കുന്ന ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയ ഒരു വാഹനം. അടിപൊളി വാഹനം. നിസാൻ സണ്ണിക്കുട്ടനായിക്കോട്ടെ. XV പ്രീമിയം, അതായത് ഫുൾ ഓപ്ഷൻ ന്യൂ മോഡല്. അതിന്റെ തൊട്ട് അപ്പുറത്ത് ഓൾഡ് മോഡൽ വരുന്നുണ്ട്. 14-15 റേസർ വരുന്ന കേരള വണ്ടി. ഡീസലാണ്. 20 കിലോമീറ്റർ മുകളിൽ മൈലേജ്. ബട്ടൺ സ്റ്റാർട്ട്, അലോയ്, എയർ ബാഗ്, ABS ഒക്കെ വരുന്നുണ്ട്. എല്ലാ സംഭവം അടിപൊളി വണ്ടിയില്ല. ഈ ഒരു വാഹനം നമുക്ക് 3.25 കൊടുക്കാം. 3,25,000 നിസാന സണ്ണി കൊടുക്കാം. സിൽവർ കളർ. അത് റീപ്ലേസോ ആക്സിഡന്റോ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഒരു പരിപാടിയിൽ അടിപൊളി അലവിലൊക്കെ ചെയ്തു. എന്താ സാധനം. ഇത് 3.25 കൊടുക്കാം. ഇനി അപ്പുറത്ത് തന്നെ പഴയ മോഡൽ ഓൾഡ് ഷേപ്പ് ബ്ലാക്ക് എഡിഷൻ വണ്ടി. ബ്ലാക്ക് എഡിഷൻ എന്ന് പറഞ്ഞാല് വണ്ടിയുടെ ക്വാളിറ്റി, ബോഡി ക്വാളിറ്റി ഇങ്ങനെ കണ്ടാല് ഈ വണ്ടി പോകും. ഫുൾ വൃത്തിയിലുണ്ടല്ല. ഇത് റീപെയിന്റ് കയറിയിട്ടില്ല. വണ്ടിയില് മറ്റേ ഈ പമ്പറിലും ബാക്ക് പമ്പറിലും അല്ലാതെ റീപെയിന്റിങ് ചെയ്തിട്ടില്ല. അത്ര ഗ്യാരണ്ടി. അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളുണ്ട്. ഉള്ളൊക്കെ എക്സ്ട്രാ. ഇതില് ഡുവൽ എയർ ബാഗ്, ABS, ക്ലൈമറ്റ് കൺട്രോൾ, AC, റിയർ AC, അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ് ഒക്കെ വരുന്നുണ്ട്. ഫുള്ള് ലോൺ ചെയ്യാം. 2.25 ലക്ഷം രൂപക്ക് ഡീസലില് 24 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന വണ്ടി കൊടുക്കും ചെയ്യാം. ഫുള്ള് ലോൺ. 2.25 ലക്ഷം രൂപ റീപ്ലേസ് ഗ്യാരണ്ടി വണ്ടി മാത്രം. അതേമാതിരി ഒരു സിയാസ് ഉണ്ടല്ലോ. ഇത് ഹൈബ്രിഡ് ആട്ടോ. ഹൈബ്രിഡ് പെരും മൈലേജ്. സ്മാർട്ട് ഹൈബ്രിഡ് ഡീസൽ ആണ്. 26 കിലോമീറ്റർ ആണ് മൈലേജ്. എന്തായാലും കിട്ടും. VDI ആണ് ഓപ്ഷന്. സെക്കൻഡ് ഓണർഷിപ്പ് മാറ്റിയിട്ടേ വണ്ടി കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ വാങ്ങിയത്. ഡിക്കി ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. കമ്പനിയിൽ നിന്നാണ് മൊത്തം സർവീസ് ഉള്ളത്. ഹിസ്റ്ററി മൊത്തം ഉള്ള വാഹനം. അടിപൊളി ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്ര മോഡലാണ്? 16 ലാസ്റ്റ്. 16 ലാസ്റ്റ് ഹൈബ്രിഡ്, സ്മാർട്ട് ഹൈബ്രിഡ് വരുന്ന ഈ വാഹനം നമുക്ക് 590 കൊടുക്കാം. വില 590 ലോണും ഫുള്ളാണ്. ഇത് ഫുള്ളാണ്. എല്ലാ വണ്ടിയും സണ്ണായാലും ഫുള്ളാണ്, സിയാസായാലും ഫുള്ളാണ്, ആയാലും BM ആയാലും ഒക്കെ ഫുള്ളാണ്. അത് ഇനിയിപ്പോ ഈ വാഹനത്തിലൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ചെയ്തു. ഏത് വണ്ടി കൊടുത്താലും മാറ്റിയാണെങ്കിൽ നല്ല ക്വാളിറ്റി വണ്ടികൾ കൊണ്ടുപോകാം. പിന്നെ അടുത്ത നല്ല അടിപൊളി ഇത് നമ്പർ ആയതാണ്. കേരള നമ്പർ ആയതാണ്. 2 ഓണറായി. എത്ര മോഡലുണ്ട്? 12, 13. 13 രജിസ്ട്രേഷനിലാണ്. GDSP അല്ല, GD ആണല്ലോ. ഡീസൽ എഞ്ചിൻ വരുന്നത്. ഡീസലാണ്. 3.40 കൊടുക്കാം. 3,40,000 ബ്ലാക്ക് എഡിഷൻ. അലോയിലൊക്കെ കണ്ടാല് നെട്ടിപ്പോവും. അജാതി വീല്. എന്തല്ലേ ബ്ലാക്ക് എഡിഷനില് വീല്. ഈ ഒരു വാഹനം 3.40 2.25 വരെ ലോൺ ചെയ്യാം. 3.25 ലോൺ കയറും. ഒരു 10-60 റുപ്യക്ക് ഇറക്കാം. നല്ല അടിപൊളി സീറ്റാറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള. വേറെ റീപ്ലേസ് അപാകതകളൊന്നും വണ്ടിയിൽ ഒരു പരിപാടി ഇല്ലല്ലോ. എല്ലാം കൊണ്ടും ഗ്യാരണ്ടി വണ്ടികളൊക്കെ പറഞ്ഞില്ല. ടയർ കാര്യങ്ങള്, വീല്, എല്ലാ പരിപാടിയും. അതേമാതിരി നല്ല അടിപൊളി സെലേറിയോ നീല കളർ, ബ്ലൂ കളർ. ഇത് സ്പെഷ്യൽ എഡിഷൻ വരുന്ന സ്പെഷ്യൽ വണ്ടിയാണല്ലേ. ലോ കിലോമീറ്റർ ആണ് ഓടിയുണ്ട്. എങ്ങനെ മോഡലുണ്ട്? 2019 മാനുഫാക്ചർ, 20 1-ാം മാസം ഡെലിവറി, 1-ാം മാസം രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയില്ല. കമ്പനി സർവീസ് ഒക്കെ ഉണ്ടോ? കമ്പനി സർവീസ് മാത്രം. 20,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. അതായത് ZXi പ്ലസില് സെലേറിയോ എക്സ് എന്നുള്ള വേരിയന്റ് ആണ്. സ്പെഷ്യൽ എഡിഷൻ വരുന്ന. അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് ചാവി ഉണ്ട്, എല്ലാ പരിപാടികളും. 4 പുത്തൻ ടയറും ഉണ്ട്. എത്ര രൂപ? ഇത് നമുക്ക് 4.5 രൂപ കൊടുക്കാം. ചോദിക്കണ്ട് 4.5 ലക്ഷം രൂപ ലോണും ചെയ്യാം. ഫുൾ ഓൺ ആണ്. ഈ ചെറുവണ്ടി ഫുൾ ഓൺ ആണ്. പെട്രോൾ നല്ല മൈലേജ് അല്ലേ? അതേമാതിരി അടിപൊളി വാഗണർ കിടിലം വണ്ടി. ഇതും ഇത് കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള വണ്ടിയാണ്. ഇഞ്ചർ റൂം ഒക്കെ നോക്കി കഴിഞ്ഞാൽ ചോറുന്നാൻ പറ്റുന്ന പറഞ്ഞു. പുതിയ ബാറ്ററി, 4 പുത്തൻ ടയർ, ഓട്ടോമാറ്റിക്, 16 ലാസ്റ്റ്, ഇൻഷുറൻസ് പുതിയത്, കമ്പനി സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, അടിപൊളി ലെതർ സീറ്റ്, 16 ലാസ്റ്റ് VXi വാഹനം. നമുക്ക് എല്ലാവരും 4.25 ചോദിക്കും.
ഞാൻ 3.95 കൊടുക്കും. എല്ലാരും ചോദിക്കണേ നമുക്ക് ചോദിക്കണ്ടല്ലോ. 3.95 കൊടുക്കും. നമ്മൾ കൊടുക്കും. വണ്ടിന്റെ ഒരു ഭാഗം ചിന്തിക്കണ്ട, എടുക്കുന്ന കസ്റ്റമർക്ക് എണ്ണ അടിക്കുക ഓടുക, അത്ര മാത്രമേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ആണ്, കോഫി കളറിൽ ഓട്ടോമാറ്റിക്, ഏറ്റവും ഡിമാൻഡുള്ള കളറാണ്. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ലോൺ ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. 3.95 ലോണാണ്. ഉറപ്പ് മുടക്കണ്ട. അതേമാതിരി ടാറ്റന്റെ ഇൻഡിക്ക വിസ്റ്റന് കോട്ടർ ജെറ്റ് മൈലേജ് ഉണ്ടോ? അതും 90 HP വരുന്ന സ്വിഫ്റ്റിന്റെ എഞ്ചിന് 90 HP ആണ് വരുന്നത്. ലിമിറ്റഡ് എഡിഷനിലാണ് ഇത് വരുന്നത്. 2013 മോഡല്, 3rd ഓണർ, 1.20 ഓട്ടം, റീപ്ലേസ് അപാകതകളൊന്നുമില്ല. ഈ പവർ എഞ്ചിന്റെ സ്വിച്ച് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. അത് ചെറിയ പൈസന്റെ കേസുള്ളൂ, 600-500 കേസുള്ളൂ. അതും കമ്പനി സ്റ്റാരിംഗ് വീലിലൊക്കെ കൺട്രോൾ വരുന്ന വാഹനം. 1,20,000 കിലോമീറ്റർ. അത് ജെനുവിൻ കിലോമീറ്റർ ആണ്. സീറ്റ് കവർ ഒക്കെ നല്ല അടിപൊളി സീറ്റ് കവർ, വെള്ള കളറിലെ. അതെ. ബാക്ക് വൈപ്പർ VX ഓപ്ഷനിൽ മറ്റേ ABS വരുന്ന ടൈപ്പാണ്. ABS ബ്രേക്ക് വരുന്ന ടൈപ്പ്. 1.45 കൊടുക്കാം. 1,40,000 കൊടുക്കാം. ചെറിയ വിലക്ക് ചെറിയ മോഡൽ നല്ല ക്വാളിറ്റി വണ്ടി, മൈലേജ് വണ്ടി. അതെ. ചെറിയ വിലക്കും ക്വാളിറ്റിയിലും നല്ല അടിപൊളി ടിയാഗോ സിൽവർ കളർ. ഏറെ മോഡലുണ്ട്. ഓട്ടോമാറ്റിക് ആണ്. ഫുള്ള് ലോൺ അല്ല, 1 ലക്ഷം ക്യാഷ് ബാക്ക്. വേറെ കൊടുക്കും. 2018 മോഡല്, പുതിയ ഇൻഷുറൻസ്, ഫുള്ള് കമ്പനി ഹിസ്റ്ററി, 90,000 കിലോമീറ്റർ, റീപ്ലേസ് അപാകതകളൊന്നുമില്ല, ഒരു പരിപാടിയില്ല. ഫുൾ ഓപ്ഷൻ വാഹനം. XZA പ്ലസ് ഓട്ടോമാറ്റിക്. ഈ ഒരു വാഹനത്തിന് 4 ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കാം. 4 ലക്ഷം രൂപ ഫൈനലാണ്. 5 ലക്ഷം ലോൺ ചെയ്യാം. 4 ലക്ഷം ഫൈനലാണെങ്കിൽ 5 ലക്ഷം ലോൺ കയറും. 1 ലക്ഷം ക്യാഷ് ബാക്കിൽ വണ്ടി കൊടുക്കാം. എത്ര ഓടിയിരുന്നാല്? 90,000 ഓടിക്കണ്ട്. സിംഗിൾ ഓൺഷിപ്പ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി ഹിസ്റ്ററി മാത്രം പോയി. 2 പുത്തൻ ടയർ, പുത്തൻ ഇൻഷുറൻസ്, പുതിയ ബാറ്ററി, അലവില് ബാക്ക് വൈപ്പർ, കമ്പനി ഒക്കെ ഉണ്ടാവും. ഓപ്ഷൻ ആണിത്. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പെട്രോൾ മാത്രം 15 കിലോമീറ്റർ മൈലേജ്. ഓട്ടോമാറ്റിക്കലി AMT ആണ്. 15 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. 1 ലക്ഷം ക്യാഷ് ബാക്കും കൊണ്ടുപോകാം. അതാണ്. പൈസ ഇല്ലെങ്കിലും ഒരു 5-6 മാസം അടക്കം പൈസ കൊടുക്കും. അടുത്താണ് കിഡിലെ വണ്ടിയിലെ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ്. ഇതിന് തരണം കിട്ടും. അതായത് എല്ലാം അങ്ങോട്ട് കൊടുക്കുമ്പോ ഇതിന് ഇങ്ങോട്ട് തരണം. എല്ലാം 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം കൊടുക്കും. 50,000 കിലോമീറ്റർ, 17 RXL, 1000 cc ഓട്ടോമാറ്റിക്. 1000 cc ഓട്ടോമാറ്റിക് ആണ്. അതെ. കിഡ്, 4 പുത്തൻ ടയർ, പുത്തൻ ഇൻഷുറൻസ്, സർവീസ് ബുക്ക് സെക്കൻഡ് ചാവി, ലോണ് കാര്യങ്ങള് 2.25 ലോണ്, 3.25 പൈസ. റേറ്റ് 3.25 ലോൺ ഉഷാറാണ്. അടിപൊളി ക്വാളിറ്റിയുള്ള വാഹനം. റീപ്ലേസ് അപാകതകളൊന്നുമില്ല. ഒരു പരിപാടി. 50 ഓടിയിട്ടുള്ളൂ. 3.25 റേറ്റ്, 2.25 ലോൺ. ലോൺ കയറും. 50,000 മുടക്കില് കിട്ടും. ഓട്ടോമാറ്റിക് ആണ് കൊണ്ടാകാൻ പറ്റോളി. അതേമാർഗം നീല കളർ അൾട്ടോ LXI ആണ്. പവർ സ്റ്റാരിംഗ് ഉണ്ട്. റീപ്ലേസ് ഇല്ല. 10 മോഡല്. 10ാം മാസം വരെ പേപ്പർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പേപ്പർ എടുത്താൽ മതി. ഇൻഷുറൻസ് നമുക്ക് പുതിയത് എടുത്തു കൊടുക്കാം. 2 പുത്തൻ ടയർ ഉണ്ട്. ബാറ്ററി പുതിയതാണ്. അതുകൊണ്ട് ഗ്ലാസ് ഒന്നും മാറിയില്ല. എന്തെങ്കിലും മാറി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റേറ്റിന് കുറച്ച് കൊടുക്കൂല. ആ ഗ്യാരണ്ടി. അതെ. റീപ്ലേസ് ഇല്ല. ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട്. കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനം 1.25 കൊടുക്കാം. 1,25,000 കൊടുക്കാം. റീപ്ലേസ് ഇല്ലാന്നുള്ള ഗ്യാരണ്ടിയിൽ കൊടുക്കാം. ആ ഗ്യാരണ്ടി നീല കളർ വണ്ടിയാണ്. 18 ലെവൽ മൈലേജും കിട്ടും. എത്ര 1.25. ലോൺ കയറും? ലോൺ കയറൂല. റെഡി കായ്ക്ക് വണ്ടി ഇറക്കാം. അതേമാതിരി അടിപൊളി സാൻഡ്രോയും നമുക്ക് ഒരു 75 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. വേറെ 75 രൂപയ്ക്ക് സാൻഡ്രോ കൊടുക്കട്ടോ. അതും ഫുൾ ഓപ്ഷൻ വാഹനം. ബാക്ക് വൈപ്പർ, 4 ഡോർ വിൻഡോ, പവർ സ്റ്റാരിംഗ്, 4 ടയറും ഒരു 90%. ബാറ്ററി പുതിയത്, ഇൻഷുറൻസ് പുതിയത്. ഇനി ഈ വണ്ടി എടുക്കുന്ന ആൾക്ക് എന്താ ഒരു റീപ്ലേസ് വണ്ടിയിലില്ല. 90,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ. ഈ ഒരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം എല്ലാം ഉണ്ട്. വെറും 75 രൂപ. വേറെ 75 രൂപ കൊടുക്കാനല്ലേ? 26 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് പുതിയതുണ്ട്. ഇനി എടുക്കുന്ന കസ്റ്റമർക്ക് ഇനി ഓടിച്ചാൽ മാത്രം മതി. എണ്ണ അടിച്ച് ഓടിയാൽ മാത്രം മതി. 10-15 ഉള്ളിൽ മൈലേജും കിട്ടും. 15ന്റെ മുകളിൽ മൈലേജ് കിട്ടുമല്ലേ? ഐറ്റിൽ ഓടിക്കാം നമ്മൾ പറഞ്ഞിട്ടോ. വേറെ 75,000 രൂപയ്ക്കാണ് സാധനം. അതേപോലെ റെഡിഗോ ഉള്ളത്. റെഡിഗോ 2.95, 2.90 കൊടുക്കാം. 2,90,000 എത്ര 20,000 കിലോമീറ്റർ. 20,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ, 4 പുത്തൻ ടയർ, പുതിയ ഇൻഷുറൻസ്, പുതിയ ബാറ്ററി, അതുപോലെ തന്നെ പുതിയ സീറ്റ് കവർ. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ പുതിയ ഇൻഷുറൻസും ഉണ്ട്. 2 ലക്ഷം IDV ഉണ്ട്. 2 ലക്ഷം ലോണും ചെയ്യാം. 2.90 വണ്ടി കൊടുക്കും ചെയ്യാം. 90,000 മുടക്കിൽ വണ്ടി ഇറക്കാം. സീറ്റാറുണ്ട്. അടിപൊളി അലവിലുണ്ട്. ലോ കിലോമീറ്റർ വാഹനമാണ്. നല്ല അലവിലും ടച്ച് സ്ക്രീനും ഒക്കെ കമ്പനി എല്ലാം ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയിലെ. അതെ. 20,000 ഓടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലെ കമ്പനി ഹിസ്റ്ററിലുണ്ടല്ലേ? അതെ.
എല്ലാം കൊണ്ട് മാക്സിമം ലോണില് 19,000 90,000 മുടക്കിലിറക്കാം. അലവിലൊക്കെ നമുക്ക് ഏതാ അലവിൽ അമ്മാരി സാധനം കൊടുക്കാം. ക്വാളിറ്റി ഉള്ള വൈല് 10-12 മൈലേജ് കിട്ടൂലേ? 18 എന്തായാലും കിട്ടുമല്ലോ. അടുത്തുള്ള അടിപൊളി ഓഫർ വില കൊടുക്കാൻ പറ്റും. ZX ആണ് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് ZX. അതും IV ടെക് ഡീസൽ 24 കിലോമീറ്റർ. അതും ന്യൂ മോഡൽ കമ്പനി വരുന്ന വണ്ടി. 2000 ഇതില് 10 എയർ ബാഗ് വരും. 10 എയർ ബാഗ് വരും. 10 എയർ ബാഗ് എങ്ങനെ മോഡൽ? 17 മോഡൽ സെക്കൻഡ് ഓണർ ആണ്. ഡീസൽ ആണ്. ഒരു റീപ്ലേസും ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ് ഗ്യാരണ്ടി 4 കടും പുത്തൻ ടയർ. നൂല് പോകാത്ത മുള്ളും പോകാത്ത വണ്ടിയാണ്. ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റും. അതെ അതെ. ഈ ഒരു വാഹനം നമുക്ക് 890 9.5 വരെ ലോൺ ചെയ്യാം. 9 ലോൺ കയറോ? എന്തായാലും ഒരു 10-60,000 70,000 മുടക്കില് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുമല്ലോ. അതെ. അപ്പൊ 2017 ZX ന്യൂ മോഡൽ കമ്പനി വരുന്ന ഫുൾ ഓപ്ഷൻ വാഹനം 10 എയർ ബാഗ് ഉള്ളത് 890 കൊടുക്കാം. 9.5 വരെ ലോൺ കയറും. ക്യാഷ് ബാക്ക് വണ്ടികൾ മാത്രം. അതേമാതിരി വീണ്ടും ഒരു ഓഫർ റേറ്റിൽ ഹോണ്ട സിറ്റി ഒറിജിനൽ കേരള വാഹനമാണിത്. അപ്പൊ റീവണ്ടിയാണെന്ന് ആരും പറയണ്ട. അതും സൺറൂഫ് വരുന്നതാട്ടോ. സൺറൂഫ് ഉണ്ടല്ലേ? അതും സൺറൂഫ് അത് അന്നത്തെ ടോപ്പ് വേരിയന്റ്. ഇത് ഇന്നത്തെ ടോപ്പ് വേരിയന്റ്. ഇത് 14 മോഡല്. 14 കമ്പനി 2014 സൺറൂഫ് വരുന്ന ഓപ്ഷൻ VX എന്നുള്ള ഓപ്ഷന്. വേറെ ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് ഒന്നുമില്ല. ഒക്കെ കമ്പനി സീറ്റുകാർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതും നമുക്ക് ഫൈനല് 5.5 രൂപക്കൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനം ഇന്ന് ഓഫർ റേറ്റിന് 490 കസ്റ്റമർക്ക് കൊടുക്കാം. 5 ലക്ഷം രൂപ മാർക്കറ്റിലെ വണ്ടിയാണ്. 4,90,000 രൂപക്ക് ഓഫർ റേറ്റിന് കൊടുക്കാൻ പറ്റും. ഒരു ചലഞ്ചും കൂടി ഉണ്ട്. ഈ റേറ്റിന് വേറെ ഒട്ടും കിട്ടൂല. കേരളത്തിൽ ഈ വിലക്ക് വണ്ടി നിങ്ങൾ പറഞ്ഞോളി. കമന്റ് ഓയിലെസ്സിലോ അല്ല മാർക്കറ്റ് പ്രൈസിലോ റീപ്ലേസ് ഇല്ലാത്ത കേരള വണ്ടി 490 ഉണ്ടെങ്കിൽ വില കുറച്ച് ഞാൻ ഇത് കൊടുക്കും. നിങ്ങൾ പറഞ്ഞ വിലക്ക് അതും റീപ്ലേസ് പാടില്ല. കേരള വണ്ടി ആവും വേണം. സൺറൂഫുള്ള ഈ ഒരു ഹോണ്ട സിറ്റി അതെ കിട്ടൂല. അത് ഗ്യാരണ്ടിയാണ്. അത്ര ഗ്യാരണ്ടി നമ്മൾ പറയണ്ടേ. മാക്സിമം ലോൺ ആണ്. ക്യാഷ് ബാക്ക്. അതെ. അതേമാതിരി വീണ്ടും ഹോണ്ട സിറ്റി ആണല്ലോ. സൺറൂഫ് വരുന്ന VX ഫുൾ ഓപ്ഷൻ. ഇത് സൺറൂഫ് വരുന്നുണ്ട്. 16 മോഡല്. അതും 590 കൊടുക്കാം. 590 കൊടുക്കാം. 6.25 വരെ ലോൺ ചെയ്യുക. 6.25 ലക്ഷം ലോൺ ചെയ്ത് കൊടുക്കാം. എന്തിനാ നീ പഠിക്കുന്നത്? കമ്പനി സർവീസ് 1 ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ്. ഒറിജിനൽ കേരള വാഹനം. സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ വാഹനം നമുക്ക് 590 കൊടുക്കാം. 690 വരെ ലോൺ ചെയ്യാം. 1 ലക്ഷം ക്യാഷ് ബാഗ്. 1 ലക്ഷം കിലോമീറ്റർ കറക്റ്റ് 1,99,000 സർവീസ് കഴിഞ്ഞു. ഫുൾ ഹിസ്റ്ററി. അല്ല ഇത് തേർഡ് ഓണർഷിപ്പ്. സൺറൂഫ് വരെ 3 വണ്ടിയുണ്ട് ഹോണ്ട സിറ്റി. അത് 3 കളറിലാണല്ലോ. അതെ 3 കളറിൽ. ഏത് കളറിൽ വേണമെങ്കിലും വൈറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഗ്രേ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാ കളറും ഉണ്ട്. അടുത്തുള്ള അടിപൊളി സിയാസും ലോ കിലോമീറ്റർ 60 ഓടിയ വണ്ടി. 58 സർവീസും കഴിഞ്ഞു. 4 പുത്തൻ ടയർ ഉണ്ട്, പുതിയ സീറ്റ് കവർ ഉണ്ട്, പുതിയ ഫ്ലോർ മാറ്റ് ഉണ്ട്. എല്ലാം ഓക്കെ. എല്ലാം കൊണ്ട് ക്ലിയർ. 6.5 ലക്ഷം രൂപ വില ഇട്ട വാഹനം 6.20 വണ്ടി കൊടുക്കുന്നത്. 6 ലക്ഷം വില ഇട്ടത് 6.20 കുറച്ച് കൊടുക്കാം. അതുമല്ല നമുക്ക് ഫുള്ള് ലോൺ ചെയ്ത് മുടക്കണ്ട. പൈസ മുടക്കാതെ ഇറക്കാൻ 18 റൈസർ വരുന്ന 17 മോഡൽ വാഹനാട്ടത്. അതും എയർ ബാഗ്, ABS, അലോയ് എല്ലാം വരുന്നതാണ്. അലോയ് വരുന്നില്ല, ABS ഇതൊക്കെ വരുന്നുണ്ട്. ആ ഗ്യാരണ്ടി കൊടുക്കാതെ ഡീസലുണ്ട്. പെട്രോള് എത്ര മൈലേജ്? പെട്രോൾ 18 കിലോമീറ്റർ 17 കിലോമീറ്റർ മൈലേജ് കിട്ടും. മൈലേജ് എന്തായാലും കിട്ടും. വണ്ടി എടുത്ത വണ്ടി കസ്റ്റമർ ഓടിക്കാന്ന് മാത്രം ചെയ്താൽ എണ്ണ അടിച്ചോടെ മാത്രം മതി. പക്ക ഗ്യാരണ്ടി വണ്ടി. അടുത്തുള്ള ടിയാഗോ. ഇത് ടിഗോർ സെഡാൻ വണ്ടി. ഡീസൽ എഞ്ചിന് 1 ലക്ഷം ക്യാഷ് ബാക്ക്. ക്യാഷ് ബാക്കോ? 1 ലക്ഷം ക്യാഷ് ബാക്ക്. അപ്പൊ കഴിഞ്ഞു കൂട്ടോടെ. 2018 മോഡല് സിംഗിൾ ഓണർ. ഒരു അപാകത റീപ്ലേസ് ഫ്ലഡ് ഒന്നുമില്ല. 5 പുത്തൻ ടയർ. സ്റ്റെപ്പിനി വീൽ അടക്കം റീപ്ലേസ് ഒന്നും പുതിയ ടയർ. ഒക്കെ പുതിയ ടയർ. റീപ്ലേസ് ഒന്നുമില്ല. ഇൻഷുറൻസ് പുതിയത്. സർവീസ് ബുക്ക് സെക്കൻഡ് ചാവി. ഇതിന് നമുക്ക് 4.85 വണ്ടി കൊടുക്കാം. ഡീസൽ ആട്ടോ. 20ന്റെ മുകളിൽ മൈലേജ് ഉണ്ട്. ഇത് നമുക്ക് 20-24 മൈലേജ് കിട്ടുന്ന വാഹനം. വണ്ടിയുടെ വില 4.85. വണ്ടിക്ക് ലോൺ കിട്ടുന്ന 6 ലക്ഷം.
485 വണ്ടിക്ക് 6 ലക്ഷം ലോൺ വരെ ക്യാഷ് ബാക്ക്. എത്ര നിങ്ങൾക്ക് പൈസ റീപ്ലേസ് ഇല്ല വണ്ടികളൊന്നും ഇതൊക്കെ കമ്പനി ഒരു വണ്ടിയുടെ നമ്പർ നമ്മൾ വായിക്കൂല. ഹിസ്റ്ററി ഉള്ള വാഹനം 90,000 കിലോമീറ്ററിൽ കമ്പനിയിൽ സർവീസ് കഴിഞ്ഞു, 85 സർവീസ് കഴിഞ്ഞിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. അതെ, കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഏത് വണ്ടിനും എടുത്തു കൊടുക്കാൻ പറ്റും. നമ്മള് കൊറേ വണ്ടിക്ക് ക്യാഷ് ബാക്കറുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. അത് നമ്മൾ പറഞ്ഞിട്ട് എടുത്താൽ മതി. ഇതൊക്കെ നിങ്ങള് മറ്റേ എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് അത് കൂടുതൽ ഉപയോഗപ്പെടുക. അല്ലാത്തവരും എന്നാലും അതിന് കൂടുതൽ അടക്കേണ്ടി വരില്ല. അപ്പൊ വണ്ടി എടുത്തു കഴിഞ്ഞാൽ മാക്സിമം നമ്മള് കയ്യിൽ നിന്ന് പരമാവധി പൈസ ഇട്ട് എടുക്കുക, അതാണ് കൂടുതൽ നമുക്ക് ബെനിഫിറ്റ്. കാരണം കൂടുതൽ ഇയർ ഇടാതെ നോക്കുക. 5 കൊല്ലം വരെ നമുക്ക് ഇയർ കിട്ടും. പക്ഷെ 5 കൊല്ലം ഇടാതെ ഒരു 3 കൊല്ലം കിട്ടുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിരുന്നു ഒരു ലോൺ ഇട്ട് കഴിഞ്ഞാൽ എത്ര ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും എന്നൊക്കെ. ഞാനൊരു 8 ലക്ഷം രൂപ ലോൺ എടുത്ത ആളാണ്. എന്റെ പേരിൽ ഒരു വണ്ടി ഉണ്ട്, 8 ലക്ഷം രൂപ ലോൺ എടുത്ത ആളാണ്. ഈ 8 ലക്ഷം രൂപ 3 കൊല്ലം ഞാൻ EMI ഇട്ടു. 3 കൊല്ലം എനിക്ക് EMI ഇട്ടപ്പോ എന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്നിട്ടുള്ളത് 6.9 ആണ്. 6.9 ഇൻട്രസ്റ്റ് എനിക്ക് വന്നിട്ടുള്ളത്. ആ 6.9 ഇൻട്രസ്റ്റ് വന്നപ്പോ എനിക്ക് വന്നിട്ടുള്ളത് 3 കൊല്ലം കൊണ്ട് അടച്ചു തീർക്കുമ്പോൾ 8 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ 9,75,000 രൂപ വരും മൊത്തം. 1.25 ലക്ഷം രൂപ അധികം കൊടുക്കേണ്ടി വരും. അല്ലാതെ 4 ലക്ഷം 5 ലക്ഷം അധികം കൊടുക്കേണ്ടിയില്ല. ഒരുപാട് ആളുകൾ അങ്ങനെ അതെന്താ വെച്ചാൽ തെറ്റിദ്ധാരണകൾ വരുത്തുന്നുണ്ട്. യൂസ്ഡ് കാറുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയ ആളുകളുണ്ട്. അവരെടുത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ 3 ലക്ഷം 4 ലക്ഷം ഒക്കെ കൊടുക്കണം. മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 1.5-1.25 റേഞ്ചിലൊക്കെ ഇൻട്രസ്റ്റ് കിട്ടും. 3 കൊല്ലൊക്കെ ചെയ്യുകയാണെങ്കിൽ അതായത് 27,105 രൂപ വെച്ചിട്ട് 36 അടവ് നിങ്ങൾ കണക്കൂട്ടി. വണ്ടി അടുത്ത വണ്ടി അടിപൊളി ടയോട്ടന്റെ ഒറിജിനൽ കേരള വാഹനമാണ്. ഒറിജിനൽ കേരള ആണ്. 9,900 അതെ, റീപ്ലേസ് ഇല്ല. 11 ഡിസംബർ വണ്ടി, ഫുൾ ഓപ്ഷൻ ആണ്. 4.5 രൂപക്ക് വണ്ടി കൊടുക്കുക. 4.5 ലക്ഷം രൂപയിൽ 4.5 ലക്ഷം രൂപയിൽ ഒരു 3 ലക്ഷം 3.5 ലക്ഷം വരെ ലോൺ ചെയ്യാം. അതെ, ഫുൾ ഓപ്ഷൻ ആണ്. അലോവിയില് എക്സ്ട്രാ ഫിറ്റിംഗ്സ് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് ABS ഒക്കെ കമ്പനി വരുന്നുണ്ട്. ഇൻഷുറൻസ് പുതിയത്. എത്ര ഓടിക്കുന്നത്? 1.80 ഓടി. ഡീസലാണ്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. നല്ല അടിപൊളി സടാ വണ്ടിയാണ്. നല്ല ലക്ഷറി ലുക്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ വണ്ടി. എന്താ ചോദിക്കുന്ന വൈക്കാൻ പറഞ്ഞാൽ 4.5 രൂപ ചോദിക്കണ്ടേ? 3.5 വരെ ലോൺ ചെയ്യാം. ലോൺ കയറും. അതെ. അപ്പൊ ഇനി ഒരുപാട് വണ്ടികൾ ഇനി വീട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ആവശ്യക്കാർ വിളിച്ചോടെ ഏത് വണ്ടി നമ്മൾ സെറ്റ് ആക്കി തരും. അപ്പൊ നമ്മളെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ നമ്പർ 3-4 നമ്പർ ഉണ്ട്. ലാസ്റ്റ് 616 നമ്പറിൽ കാറ്റലോഗ് ഉണ്ടാവും. ജസ്റ്റ് കയറി കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്താൽ കിട്ടും. നമ്മുടെ ലൊക്കേഷൻ വണ്ടൂരാണ്. എല്ലാ സ്ഥലത്തും കേരളത്തിൽ എവിടെയും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഹോം ഡെലിവറി ഉണ്ട്. സിബിൽ സ്കോർ കറക്റ്റ് ആണെങ്കിൽ വീട്ടിൽ നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾ പ്രൂഫ് അയച്ചു തന്നാൽ ബാക്കിയുള്ള എല്ലാ പ്രൂഫും അയച്ചു തന്നാൽ 3 ദിവസം കൊണ്ട് നമുക്ക് ഡെലിവറി കൊടുക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം. സ്പോട്ട് അപ്രൂവൽ നമുക്ക് ചെയ്യുന്നുണ്ട്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പൊ നേരിട്ട് വിളിച്ചോളൂ. മാക്സിമം വണ്ടികൾ വന്ന് കണ്ട് വിസിറ്റ് ചെയ്ത് മാത്രം വണ്ടി എടുക്കുക. ഏത് സ്ഥലത്ത് നിന്ന് വണ്ടി എടുക്കാനെങ്കിലും മാക്സിമം ചെക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ വണ്ടി എടുക്കാൻ പോകുന്നതിന്റെ മുമ്പ് ആ വണ്ടിയുടെ ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്ത് എല്ലാ ഭാഗം ഒക്കെ ആയിട്ട് മാത്രം പോവുക. അപ്പൊ നിങ്ങൾക്ക് പൈസ ചെലവ് കുറയും. മൂന്നാമത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോയിൽ നമ്പറില്ല, നമ്പറിൽ വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുമല്ലോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കണ്ടോളി, മാക്സിമം ഷെയർ ചെയ്തോളി. അടുത്തുള്ള അടിപൊളി വീഡിയോ വിടുങ്ങളാം.